ഇവിടെ കൊണ്ടുവരുന്ന അജണ്ടകളുടെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു മതരഹിത സമൂഹത്തെ ഉണ്ടാക്കാനാണ് ഇവിടെ ഇന്നവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ ഉപയോഗിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഏകദൈവ വിശ്വാസം, ഇസ്ലാം മാത്രമാണ് ശരി, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറഞ്ഞപ്പോൾ വലിയ കുറ്റം. എന്താ കുറ്റം? നിങ്ങൾ ഇസ്ലാം മാത്രമാണെന്ന് ശരിയെ പറയാൻ പാടില്ല, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞാൽ എന്തായി? വിഭാഗീയതയായി, കുഴപ്പമായി. അതാണ് ഇവിടെ മതമൗലികവാദം ഉണ്ടാക്കുന്നത്. നോക്കി നിങ്ങൾ, എൻ്റേത് മാത്രം ശരി എന്ന് പറയുന്നതാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ കുഴപ്പങ്ങളുടെയൊക്കെ പിന്നിൽ ഈ തിയറിയാണ്. ഇത് പറഞ്ഞു വെച്ചാൽ പിന്നെ എങ്ങനെ ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തുക? പിന്നെ എന്താ നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശം? ഓരോരുത്തരുടെ മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതിനെയാണ് ഇന്ന് അതിൻ്റെ കടക്കലാണ് ഇന്ന് കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ എന്താ നമ്മൾ മൗനികളാകാണോ വേണ്ടത്? അരീക്കോട് വെച്ച് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം ചോദ്യം ചെയ്യാൻ ഒരു മതേതര സർട്ടിഫിക്കറ്റ് കൊണ്ട് ആരും വരേണ്ടതില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ആരും എന്ത് ചെയ്യണില്ല? അടിച്ചേൽപ്പിക്കണില്ലല്ലോ. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. മതത്തിൽ ബലാത്കാരമേ ഇല്ല. നമ്മളത് മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു മുസ്ലിമിന് അവകാശമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു മാർക്സിസ്റ്റുകാരന് അനുവാദമുണ്ട്. കോൺഗ്രസ് മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു കോൺഗ്രസ്സുകാരന് അവകാശമുണ്ട്. മുസ്ലിം ലീഗ് മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു മുസ്ലിം ലീഗുകാരന് അവകാശമുണ്ട്. BJP മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു BJPക്കാരന് അവകാശമുണ്ട്. അത് പറയുമ്പോഴേക്ക് ഇടുത്തി വീഴും. ഇവിടെ ഒന്നുമില്ല. എൻ്റെ ശരി നിങ്ങൾ നിർബന്ധമായും സ്വീകരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴേ കുഴപ്പമുണ്ടാവുള്ളൂ. അത് പറയാൻ ഇനി ഇന്ത്യൻ ഭരണഘടനയല്ല, സുപ്രീം കോടതിയല്ല, ഇവിടുത്തെ എല്ലാവരും മുസ്ലിങ്ങളോട് അങ്ങനെ പറയാൻ പറഞ്ഞാലും മുസ്ലിങ്ങൾ അത് പറയില്ല. കാരണം എന്താ അറിയില്ല? ഇക്റാഹ ഫിദ്ദീൻ, മതത്തിലൊരു ബലാത്കാരം ഇല്ലാണ്. ഇസ്ലാമിനെ അനുവദിക്കണില്ല. അത്രയ്ക്ക് ലളിതമാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ.